ഷിഗല്ലയുടെ രോഗലക്ഷണങ്ങൾ ഈ നിരീക്ഷണത്തിലുള്ള 339 കുട്ടികൾ കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറെക്കുറെ ആശങ്കയുണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ നിരീക്ഷണങ്ങളിലേക്കും അതോടൊപ്പം തന്നെ ജാഗ്രതാ പ്രവർത്തനങ്ങളിലേക്കും ഒക്കെ തന്നെ ജില്ലാ ഭരണകൂടവും ആരോഗ്യ വകുപ്പും ഒക്കെ തന്നെ കടക്കുകയാണെന്നുള്ളതാണ് വ്യക്തമാകുന്നത്. ഈ നിരീക്ഷണത്തിലുള്ള കുട്ടികളുടെ വീടുകളിലും ഒപ്പം തന്നെ വീട്ടിലെ വെള്ളം പരിശോധനയ്ക്കുള്ള നടപടികളും കോർഡിനേറ്റ് ചെയ്യാനുള്ള നടപടികളും ഒക്കെ തന്നെ സ്വീകരിക്കുമെന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ നിരീക്ഷണത്തിലുള്ള കുട്ടികളെ ഈ വിദഗ്ധ സംഘവും പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്നുള്ളതാണ് മനസ്സിലാകുന്നത്. നിലവിൽ 60 കുട്ടികളാണ് ചികിത്സയിൽ കഴിയുന്നത്. 2 കുട്ടികൾക്കാണ് ഇപ്പോൾ ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. 19 സാമ്പിളുകൾ കൂടി പരിശോധനയ്ക്ക് അയച്ച 19 സാമ്പിളുകൾ കൂടി പരിശോധനാഫലം വരാനുണ്ട്. അപ്പോൾ ആ പരിശോധനാഫലം കൂടി വന്നതിന് ശേഷം എത്തരത്തിലായിരിക്കും ഇതിനൊരു വലിയൊരു രോഗവ്യാപനം ഉണ്ടാകുമെങ്കിൽ കൂടുതൽ ജാഗ്രതയിലേക്ക് തന്നെ കടക്കുമെന്നുള്ളതാണ്. നിലവിൽ ആശങ്കപ്പെടാനുള്ള സാഹചര്യമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്നിരുന്നാലും മാതാപിതാക്കൾക്കും ഒക്കെ തന്നെ ആശങ്കയുണ്ട് എന്നുള്ളതാണ്. രാവിലെ ഉന്നതതല യോഗം മന്ത്രി ടി സിദ്ദിഖിന്റെ അധ്യക്ഷതയിൽ ചേരും. അതിനുശേഷം കൃത്യമായ ഒരു ചിത്രം, നിലവിലെ ഏറ്റവും പുരോഗതിയുടെ ഒരു ചിത്രം സിദ്ദിഖിൽ നിന്നും അധികൃതരിൽ നിന്നും വ്യക്തമാകുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ സ്ഥിതിഗതികൾ വിലയിരുത്താനായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഇന്ന് വൈകിട്ടോടെ ബത്തേരിയിലെത്തും, താലൂക്ക് ആശുപത്രിയിലെത്തും എന്നുള്ളതും കൂടി മനസ്സിലാക്കുന്നു.